അങ്ങനെ ഒരു പരിപാടിക്ക് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞു പേരിട്ട് അയ്യപ്പന്റെ പേര് അത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ഇവർക്ക് പൈസ മുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് അയ്യപ്പന്റെ പേര് ദുരുപയോഗം ഇതുപോലുള്ള ദുരുപയോഗം ഹൈന്ദവന് നേരെ അല്ലെങ്കിൽ ഹൈന്ദവര് പുണ്യമായി കാണുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു നാമം, ആ നാമം ഒന്നും ഇതുപോലെ അവർക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ ആചാര ലംഘനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിട്ടുള്ളവരാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. ഒന്നെങ്കിൽ ഈ ഒരു പരിപാടിയുടെ പേര് പറഞ്ഞ് കുറച്ച് പൈസ തട്ടണം. കാരണം ഇപ്പൊ നിലവിൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ചികിത്സയൊക്കെ കഴിഞ്ഞ ദാരിദ്ര്യത്തിലിരിക്കുകയാണ്. സുരേഷ് ഗോപി ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഹൻലാൽ ഒരു അമ്പലത്തിൽ പോയി തൊഴുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഇവന്മാര് വന്ന് കമന്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചൊരടി കൊടുക്കാൻ തോന്നും. അതുപോലത്തെ മോശം കമന്റുകളാ ചെയ്യുന്നത്. ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെ പറ്റി ഇവർ ഇതുപോലെ മോശമായിട്ട് പെരുമാറുമോ? സ്റ്റാലിനെ പോലുള്ള ഒരാളെ ഇങ്ങനെ ഒരു സംഗമത്തില് മുഖ്യ അതിഥിയായിട്ട് വിളിക്കുമ്പോൾ അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താ? ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോലീസിന്റെ തല്ലുകൊണ്ടിട്ടുള്ളതും സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതും ജയിലിൽ കിടന്നിട്ടുള്ളതും ഒക്കെ ബിജെപി പ്രവർത്തകരാണ്. അയ്യപ്പന്മാരെ ഇതിൽ കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള മറ്റേത് ഗവൺമെന്റ് കേരളത്തിലുള്ളത്? വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി ഉള്ളത്? അതുപോലെ അയ്യപ്പന്മാരെ ഇവർ ദ്രോഹിച്ചിട്ടില്ലേ?